ഇവിടേക്കാണ് കേട്ടാ ഇപ്പം നമ്മൾ വന്നിട്ടുള്ളത്. കാണാൻ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. ഇതേ വലിയ ബോർഡൊക്കെ പേരെഴുതി ഇവിടെ അവർ വെച്ചിട്ടുണ്ട്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ കുറച്ച് ദിവസമായി കാനഡയിൽ വന്നിട്ട്. ഇവിടെ സ്പ്രിംഗ് സീസണാണ്. അപ്പോൾ വന്നിറങ്ങി കഴിഞ്ഞപ്പോൾ ഭയങ്കര തണുപ്പും മഴയും. അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് മഴ കുറച്ച് നേരം നിന്നപ്പോൾ ഒന്ന് പുറത്തിറങ്ങാന്ന് വെച്ചതിന് വന്നിട്ടുള്ളത്. ഞങ്ങൾ റോക്ക് വേ ഗാർഡൻ എന്ന് പറയുന്ന ഒരു ഗാർഡനിലേക്ക് ഇനി വന്നിട്ടുള്ളത്. ഒരുപാട് പൂക്കൾ ഇതൊക്കെ കാണാം നമുക്ക് ഇവിടെ. എൻ്റെ ബാക്കിൽ തന്നെ കണ്ടില്ലേ, നിറയെ സ്പ്രിംഗ് സീസൺ ആയതുകൊണ്ട് ഇവിടെ റോഡ് സൈഡിലൊക്കെ നിറയെ പൂക്കളാണ്. അപ്പോൾ കുറച്ച് തുളിപ്സൊക്കെ കണ്ടുവരാമെന്ന് വെച്ചിട്ട് ഇറങ്ങിയതാണ്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ, തുളിപ്സൊക്കെ കാണിച്ചു തരാം കേട്ടോ. നല്ലൊരു സ്ഥലമാണ് കേട്ടോ ഇവിടെ. പക്ഷേ നമുക്ക് തണുപ്പ് കാരണം ഉണ്ടല്ലോ, അവരൊക്കെ ആ ബ്രിഡ്ജിൻ്റെ മേലെ നിൽക്കുന്നുണ്ട്. മോളും ഹേമന്തൊക്കെ ഇവിടെ ദേ മുത്തുമോള് നിൽക്കുന്നുണ്ട്. അപ്പോൾ തണുപ്പ് കാരണം ഞാൻ മടിച്ച് നിന്നതാണ് പുറത്തേക്ക് ഇറങ്ങാനായിട്ട്. നമുക്ക് ഈ തണുപ്പ് സഹിക്കാൻ പറ്റില്ല. 5 ഡിഗ്രിയും 4 ഡിഗ്രിയൊക്കെ തണുപ്പേ. പെട്ടെന്ന് നമ്മൾ നാട്ടിൽ നിന്ന് വന്നിട്ട് ഇവിടെ നമ്മൾ സെറ്റാവാൻ കുറച്ച് സമയം എടുക്കും. ഈ ഒരു പൂ നോക്കിയേ, കൊച്ചു കൊച്ചു പൂക്കൾ എന്താ ഭംഗി നോക്കിയേ കാണാനായിട്ട് അല്ലേ. ഇവിടെ റോഡ് സൈഡിലൊക്കെ ഇതേപോലത്തെ പൂക്കളാണ് കേട്ടാ. ഇവിടെ ഇങ്ങനെ ഒരു ഓവർ ബ്രിഡ്ജ് പോലെ ഇങ്ങനെ പണിതിട്ട് താഴെ തന്നെ വെള്ളം ഫൗണ്ടനൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരു ഇതുണ്ട് കണ്ട. ഏമന്ത് നിൽക്കണ നോക്കിയേ, ഏമന്ത് വെള്ളം കണ്ട് ആസ്വദിക്കണേ. പിള്ളേരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. ഈ ഒരു മരം നോക്കിയേ, ക്രിസ്മസ് ട്രീ പോലെ നല്ല രസമല്ലേ കാണാനായിട്ട്. ഇത് നോക്കിയേ, ഇതുമ്മലും കൊച്ചു കൊച്ചു പൂക്കളുണ്ട്. താഴെയൊക്കെ ഈ വയലറ്റ് പൂക്കളാണ് കേട്ടാ. എന്താ ഭംഗി നോക്കിയേ, കൊച്ചു കൊച്ചു പൂക്കൾ ഇങ്ങനെ നിറയെ ഉണ്ട് പൂത്ത് നിൽക്കുന്നത്. അതേപോലത്തെ പൂവ് തന്നെ വൈറ്റ് ഇവിടെ കൊച്ചു കൊച്ചു പൂക്കൾ. ഇവിടെ വേറെ ഒരു ടൈപ്പ് പൂവ് കേട്ടാ. കണ്ട, പേരൊന്നും അറിയില്ല എനിക്ക് ഇതിൻ്റെ ഒന്നും. ആദ്യമായിട്ട് കാണാം ഇങ്ങനത്തെ പൂക്കളൊക്കെ. പരിചയമില്ലാത്ത ചെടികളും പൂക്കളും ഇവിടെ, അതുകൊണ്ട് അറിയുന്നില്ല പേര്. കണ്ട ഈ പൂവയ്ക്ക് തുളിപ്സിൻ്റെ പോലെ തന്നെ വേറൊരു വെറൈറ്റിന്നത് പൂക്കൾ. ഹായ്, ഇത് കഴിഞ്ഞാ പുറത്ത് വേറൊരു കളറ്, ഉള്ളിൽ വേറൊരു ഷെയ്ഡ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നമ്മുടെ ഇത് ഉള്ളിയിലൊക്കെ പോലത്തെ ഇല നീളത്തിൽ വന്നിട്ട് ഒണിയൻ്റെയൊക്കെ പോലത്തെ. മരങ്ങൾ വരെ പൂത്തിരിക്കുന്നുണ്ട് ഇവിടെ. എന്തു ഭംഗിന് കാണാൻ. സ്പ്രിങ് ആയതുകൊണ്ടേ നല്ല രസമുണ്ട്. മരത്തുമ്മൽ ഒക്കെ വിരിഞ്ഞിട്ടുള്ള പൂക്കൾ, നമ്മൾ കാണാത്ത വെറൈറ്റി പൂക്കൾ. ഇതിൻ്റെ മുട്ടൊക്കെ ഒന്ന് നോക്കിയേ, മുട്ടിൻ്റെ കളറ് കണ്ടാ, നല്ല ഭംഗിയുള്ള പൂക്കൾ. ഹായ്, ഹൗ ആർ യു? ഫൈൻ. ഈ ഒരു മരം കണ്ട ഇതൊക്കെ നോക്കണ അവരെന്ന് തോന്നുന്നുണ്ട് ഗാർഡനിൽ ജോലിയുള്ളതേ. അവരിതിലേ പാസ് ചെയ്തു. മരങ്ങളൊക്കെ നല്ല രസമാണ്. എന്തോ ഭംഗിയുള്ള പൂക്കളാ. എല്ലാ പൂക്കളിനും ഒരേ പ്രത്യേകതയുണ്ട്. ഇത് ഈ ഒരു പൂവയ്ക്ക് കൊച്ചു കൊച്ചു പൂക്കൾ നിറയെ പൂത്തിട്ടുണ്ട്. കടലിൽ വന്നപ്പോൾ തന്നെയാണ് ഒരു സുന്ദര കുട്ടപ്പൻ തേടി ഇരിക്കുന്നു. കണ്ട, നല്ലൊരു പൂച്ചക്കുട്ടി ഞങ്ങളെ കണ്ടപ്പോൾ എത്തിക്ക് വന്നു. വാടാ, വാ ഓടിയാ. കണ്ട, നല്ല ഇണക്കമുള്ള പൂച്ചക്കുട്ടി. നോക്കിയേ, നമ്മൾ തൊടുമ്പോൾ കാണിക്കുന്നത് അവന്
ഒരു പരിചയമില്ല, എന്നാലും എന്നെ കണ്ടപ്പോഴേക്ക് ഓടി വന്നു ഹെർത്തിക്ക് അവൻ. വാ വാ പോവാ, നമുക്ക് വീട്ടിലേക്ക് പോവാ. വരുന്നുണ്ടാ? വീട്ടിലേക്ക് വരുന്നുണ്ടാ നീ? നേരത്തെ നമ്മൾ കണ്ട അതേ ചെടിയിൽ തന്നെ വൈറ്റ് ഫ്ലവറാണ് ഇത് കേട്ടാ. നേരത്തെ നമ്മളൊരു മഞ്ഞീന് കണ്ടത്, ഒണിയൻ്റെ ഇല പോലെയുള്ളതേ. ഓക്കെ, ഇതൊക്കെ തുളിപ്സിൻ്റെ വെറൈറ്റി തന്നെയാണ്. അതിൻ്റെ ലീഫും ആ സ്പൈക്ക് ഇങ്ങനെ നീളത്തിൽ വരുന്നത് കണ്ടാൽ നമുക്കറിയാം. ഒരു മരം പൂത്തിരിക്കുന്ന നോക്കിയേ, വാവ് എന്ത് രസം നോക്കിയേ, കൊല കൊലയായിട്ട്. എല്ലാം കണ്ടു കഴിഞ്ഞാൽ യൂക്കാലിപ്സിൻ്റെ ഇല പോലെയുണ്ട്, പക്ഷെ പൂവാണ് അടിപൊളി, എന്താ ഭംഗി. കൊല കൊലയായിട്ട് കൊച്ചു കൊച്ച്. ഇതൊക്കെ വലിയ മരങ്ങളാണ് കേട്ടാ. ഞാൻ മേലേക്ക് കാണിച്ചേരാം. ഈ മരം പൂത്ത് നിൽക്കുന്നുണ്ട് കണ്ടാ. പക്ഷെ ഇതിൻ്റെ പൂക്കൾ ഭയങ്കര ഭംഗി കാണാനായിട്ട്. നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനത്തെ പൂക്കളൊന്നും കണ്ടിട്ടില്ല. ഇവിടെ വെറൈറ്റി പൂക്കൾ കാണാം. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാതും പിടിക്കുന്നത്. പൂവിന് ഇഷ്ടപ്പെടുന്ന, ഗാർഡൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇതൊക്കെ ഷെയർ ചെയ്യുമ്പോൾ ഒത്തിരി സന്തോഷമാവേ. അതുകൊണ്ടാണ് ഇതൊക്കെ ഞാനിങ്ങനെ പിടിക്കുന്നത്. ഓ എന്താ ഭംഗി നോക്കിയേ അല്ലേ, വലിയ കൊലകൾ, കൊച്ചു കൊച്ചു പൂക്കൾ ഇങ്ങനെ വന്നിട്ട്. ഈ മരങ്ങളൊക്കെ എന്ത് ഭംഗി നോക്കിയേ, വലിയ വലിയ മരങ്ങളാണ്. പക്ഷേ ഇതിൻ്റെ താഴെയൊക്കെ പൂക്കൾ കൊഴിഞ്ഞിട്ടേ, നിറയെ പൂക്കൾ കൊഴിഞ്ഞെടുക്കും. രസമുണ്ട് കാണാനായിട്ട്, നല്ല ഭംഗി. മരമായാലും പൂത്ത് നിൽക്കണ കാണാനേ വെറൈറ്റി. ഈ ഒരു ചെടി നോക്കിയൊന്നും എന്താ, ഇതിൻ്റെ എല്ലാം ഇതിന് ഭംഗി കൊടുക്കുന്നുണ്ട്. നമ്മ പൂവൊന്നും കാണാനില്ല, പക്ഷെ ഇതിൻ്റെ എല്ലാം നോക്കിയേ എന്ത് രസമല്ല. ഭയങ്കര തണുപ്പാണ് കേട്ടാ. തണുപ്പ് കാരണേ സംസാരിക്കുന്നതൊക്കെ ചെതറിപ്പോണ പോലെ എനിക്ക് തോന്നാം. പിന്നെ ഇതൊരു ചെറിയൊരു സ്റ്റെപ്പാണ്, മഴ പെയ്തിട്ട് ചെറിയൊരു വഴുക്കലും ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ തെന്നി വീഴാനുള്ള ചാൻസ് ഉണ്ട് അവിടെ. പൂക്കൾ കാണാൻ ഭംഗിയുണ്ട്, പക്ഷേ മണമൊന്നുമില്ല, ഭംഗി മാത്രമുള്ളൂ. നിറയെ കൊച്ചു കൊച്ചു പൂക്കൾ ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട്. രണ്ട് സൈഡിലും കണ്ട മഞ്ഞപ്പൂക്കൾ. തുളിപ്സിൻ്റെ സൈഡിലേക്ക് വന്നു കേട്ടാ. ഇപ്പോൾ ഇവിടെ മുഴുവൻ തുളിപ്സ് പ്ലാന്റ് ചെയ്തിരിക്കുന്നു. തുളിപ്സ് എന്ന് പറയുന്ന ഒരു ചെടി തണുപ്പ് പ്രദേശത്ത് മാത്രം ഉണ്ടാവുന്ന ഒരു ചെടീന്. പിന്നെ വർഷത്തിലൊരിക്കൽ വിരുന്ന് വരുന്നതാണ് ഈ ഒരു പ്ലാന്റ്. അത് കഴിഞ്ഞാൽ നമുക്ക് ഈ തുളിപ്സിനെ കാണാൻ കിട്ടില്ല. ഇത് പൂത്ത് കഴിഞ്ഞാൽ ഒരു 3 ആഴ്ച വരെ ഇതിൻ്റെ പൂവ് നിൽക്കും. അത് കഴിഞ്ഞാൽ പിന്നെ പോവും. എന്താ ഭംഗിയില്ലേ കാണാനായിട്ട്. സാധാരണയായി കാണുന്ന കളറെന്ന് വെച്ചാൽ വൈറ്റ്, പിങ്ക്, പർപ്പിള്, മഞ്ഞ, ഓറഞ്ച്, റെഡ്, ഇതൊക്കെയാണ് സാധാരണയായിട്ട് തുളിപ്സിൽ കാണുന്ന കളറ്. നോക്കിയാൽ ഇപ്പോൾ ഈ വെള്ളയൊക്കെ നോക്കിയാൽ എന്താ ഭംഗി നോക്കിയാൽ വെള്ള. ഇത് ഇവർ തുളിപ്സ് പൂത്ത് കഴിഞ്ഞിട്ട് ഒരു 10 ദിവസമൊക്കെ നിർത്തി കഴിയും, ഒരാഴ്ചയൊക്കെ നിർത്തി കഴിഞ്ഞിട്ട് പിന്നെ ഇത് കട്ട് ഫ്ലവറായിട്ടാണ് ഉപയോഗിക്കുക. അപ്പോൾ കട്ട് ഫ്ലവർ ആകുമ്പോൾ ഇത് കുറേ ദിവസം കൂടിയും ഫ്ലവർ വേസിൽ നമ്മുടെ വീടിൽ അകത്തിരിക്കും. അതുകൊണ്ട് തന്നെ കട്ട് ഫ്ലവറായിട്ട് ഇത് ഇവർ കട്ട് ചെയ്തെടുക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിൻ്റെ താഴെ ഇതിൻ്റെ ബൾബുകളുണ്ട് തുളിപ്സിൻ്റെ. അതൊക്കെ അടർത്തി മാറ്റി അടുത്ത സീസൺ വരുമ്പോഴേക്കും സൂക്ഷിച്ച് വയ്ക്കും. ഇനിയിപ്പോൾ ഇതിൻ്റെ സീസൺ കഴിഞ്ഞാൽ ഇതിനി ഉണ്ടാവില്ല. ഇനി അടുത്ത വർഷം വരണം ഇത് ഇനി പൂക്കണമെങ്കിൽ. അതിന് ഈ ഒരു ചെടിയുടെ പ്രത്യേകത. മറ്റുള്ള ചെടികളെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു പൂ കഴിഞ്ഞ് വളമിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ അടുത്ത പൂക്കൾ വന്നുകൊണ്ടിരിക്കും. ഇത് വർഷത്തിലൊരിക്കൽ വരുന്ന ആളായതുകൊണ്ട് അത് നമ്മൾ ഇതിൻ്റെ ബൾബൊക്കെ സൂക്ഷിച്ച് വെക്കണം. മണ്ണിൻ്റെ അടിയിൽ ഇതിന് നമ്മുടെ വെളുത്തുള്ളിയുടെ പോലത്തെ ഒരു ബൾബ് സീഡാണ് കിട്ടുക. അതിങ്ങനെ അടർത്തി മാറ്റി പിന്നെ ഓരോന്ന് നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ കുറേ ചെടികൾ ഇതുപോലെ നമുക്ക് വരും. ഇതിൽ തന്നെ തുളിപ്സിൽ ഡ്രാഗൺ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഈ മിക്സായിട്ട് വരുന്ന കളറ് ഡ്രാഗണിൽ വരുന്ന ഒരു വെറൈറ്റീന്. തുളിപ്സിൻ്റെ വലിയ തോട്ടങ്ങൾ കാനഡയിലുണ്ട്. ഞാൻ ഈ തണുപ്പ് കാരണേ പോവാൻ മടിച്ചിരുന്നു, തണുപ്പും മഴയും.
അപ്പോൾ അതൊക്കെ അവർ ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു, കട്ട് ഫ്ലവറായി എടുക്കൽ കഴിഞ്ഞു ഞാൻ ചെന്ന് നോക്കിയപ്പോഴേ. അപ്പോൾ പിന്നെ ഈ ഗാർഡനിൽ വന്നപ്പോൾ കുറച്ച് തുളിപ്സ് കണ്ടു. അതാണ് ഇപ്പോൾ ഞാൻ വീഡിയോ പിടിച്ച് നിങ്ങളെയൊക്കെ കാണിക്കാമെന്ന് വെച്ചിട്ട് ഇപ്പോൾ ഷെയർ ചെയ്യുന്നത്. ഇത് ഡ്രാഗൺ വെറൈറ്റീന് കേട്ടോ തുളിപ്സ്. ഇതിൻ്റെ ഒരു പ്രത്യേകത കണ്ട, 2-3 കളറ് മിക്സ് ചെയ്തിട്ടാണ് ഈ വരുന്ന ഡ്രാഗൺ വെറൈറ്റി. ഇത് ബേബി പിങ്ക് കളറും ഉണ്ട്, ഡ്രാഗൺ വെറൈറ്റിയും ഉണ്ട്, രണ്ടും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള സൈഡുള്ളത്. ഇത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു 3 ആഴ്ച വരെ ഇനി ഇത് പൂ വന്നു കഴിഞ്ഞാൽ നിൽക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ ഇത് ഉണങ്ങിപ്പോവും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് ഡ്രാഗൺ വെറൈറ്റീന് കണ്ട, 2-3 കളറ് മിക്സായിട്ട് വരുന്ന ഒരു വെറൈറ്റീന് തുളിപ്സിൻ്റെ. ഇതിൻ്റെ ഇലകൾ നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ്റെ ഒക്കെ ഇലകൾ പോലെ അതിനോട് സാമ്യമുള്ള ഒരു ഇലകൾ. തുളിപ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു ചെടിയിൽ നിന്ന് ഒരു പൂ മാത്രം വരുള്ളൂ. അതാണ് ഇതിൻ്റെ അടുത്തൊരു പ്രത്യേകത. ആ ഒരു പൂ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ചെടി നശിച്ചു പോവും. അങ്ങനെയാണ്. ഇത് ദൂരെ നിന്ന് കാണുമ്പോൾ നല്ല രസമാണ് കേട്ടോ. ഇങ്ങനെ അടുത്തടുത്തടുത്തടുത്ത് ഇങ്ങനെ പൂക്കൾ ഉണ്ടായി നിൽക്കുമ്പോൾ നമ്മൾ അടുത്തേക്ക് ചെല്ലുമ്പോഴാണ് ഇത് പ്ലാന്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഗ്യാപ്പ് അറിയാൻ പറ്റുള്ളൂ. കണ്ട, ഇത്രയ്ക്കും ദൂരം വിട്ടാണ് അവർ ഈ ചെടികൾ പ്ലാന്റ് ചെയ്തിട്ടുള്ളത്. ദൂരെ നിന്ന് നോക്കുമ്പോൾ നമുക്കിത് മനസ്സിലാവില്ല, നല്ല ഭംഗിയുണ്ടാവും ദൂരെ നിന്ന് കാണുമ്പോൾ. അപ്പോൾ ഇതൊക്കെ ഇനി കാനഡയിലെ തുളിപ്സ് ഗാർഡൻ്റെയൊക്കെ വിശേഷങ്ങൾ പോലെയുള്ള പുറം രാജ്യത്തെ വിശേഷങ്ങൾ അറിയാനും കാണാനും ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവുമെന്ന് എനിക്കറിയാം. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് കേട്ടോ. നമ്മൾ കണ്ടു കഴിയുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്കും കൂടി കാണിച്ച് കൊടുക്കുമ്പോഴല്ല അതൊരു സന്തോഷം. അപ്പോൾ ഇതുപോലെയുള്ള കാഴ്ചകൾ ഇനിയും നമ്മൾ നല്ല നല്ല വീഡിയോകളായിട്ട് എത്തിക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് തരാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റൊക്കെ ഇടുക. നിങ്ങളുടെ കമൻറ്റ് എന്തായാലും നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കുക. അതാണ് നമ്മുടെ ഒരു സന്തോഷം. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ ബൈ.